ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഡേ 2 ചിക്മംഗ്ലൂർ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് നേരെ ബസ്സിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ലഗേജൊക്കെ വെച്ചു. തിരിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഡേ 1 അതേ ഫുഡാട്ടോ, അതായത് ഇഡ്ഡലിയും പൂരിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ജീപ്പ് ട്രക്കിംഗ് ആണ്. അപ്പോൾ ജീപ്പ് ട്രക്കിങ്ങിലൂടെയാണ് ഇനി ഓരോ പ്ലേസിലേക്കും നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്ലേസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, അതായത് സിരി കോഫി സ്റ്റാച്യൂലാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആട്ടോ എത്തിയത്. അപ്പോൾ അവിടെ ഒരു കുതിരയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് അതിൻ്റെ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ അവർ വന്നതിന് ശേഷമാണ് നമ്മൾ അകത്തോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണാനൊന്നുമില്ല. ഒരു വലിയൊരു സ്റ്റാച്യു ഉണ്ട് സിരീൻ്റെ, അത് തന്നെയാണ് മെയിനായിട്ടുള്ളത്. അങ്ങനെ അത് കണ്ടതിന് ശേഷം അവിടുന്ന് നമ്മൾ 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ ഞാൻ അതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത പ്ലേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത പ്ലേസിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പ്ലേസിൽ തന്നെ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജീപ്പ് ട്രക്കിങ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു റൈസിങ് രൂപത്തിലായിരുന്നു അവരെടുത്തിട്ടുണ്ടായത്. ഇപ്രാവശ്യം നോർമലായിട്ടാണ് പോയിട്ടുണ്ടായത് കേട്ടോ. സംഭവം ഡ്രൈവറൊക്കെ മാറിയുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇത് അവിടെയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. പിന്നെ തണുപ്പാണെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വൈപ്പാക്കിയിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ഏകദേശം മുലയങ്കിരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ഇറങ്ങി നടക്കാനാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുലയങ്കിരി എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജാക്കറ്റ് എടുത്തതുകൊണ്ട് രക്ഷപ്പെട്ടു, കാരണം എനിക്ക് പനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെൻ്റെ മിസ്സാണ് കേട്ടോ, വിദ്യാ മിസ്സാണ്. അപ്പോൾ മിസ്സിൻ്റെ കൂടെയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ പ്ലേസിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മളിതാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം മുലയങ്കിരിയിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ടെമ്പിളും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും കയറണം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. വ്യൂ ഒക്കെ പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഇടയ്ക്ക് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിന്. അങ്ങനെ ഗൈസ് നമ്മൾ മുലയങ്കിരിയിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. തണുപ്പാണെങ്കിൽ നല്ല കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്വീറ്റ് കോണൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ടെമ്പിളിൻ്റെ അവിടത്തേക്ക് പോയത്. ഇനിയിപ്പോൾ അവിടെ ആണെങ്കിൽ കുറേ സ്റ്റെപ്പ് ഉണ്ട്, എന്നെ അത് കയറിയിട്ട് വേണം പോവാൻ. അപ്പോൾ നമ്മളിതാ സ്റ്റെപ്പൊക്കെ കയറാൻ തുടങ്ങി. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോയത്. അങ്ങനെ നമ്മളിതാ അവിടുത്തെ ടെമ്പിളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ 100 സ്റ്റെപ്പും കയറി അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലായിരുന്നു കേട്ടോ. ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോക്ക് വേണ്ടി എടുക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. ഞാൻ പിന്നെ ടെമ്പിളിലൊന്നും കയറാൻ നിന്നില്ല കേട്ടോ. പുറത്തിറങ്ങാണ് ഗൈസ്. നമ്മൾ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആൾക്കാർ എടുക്കുന്നുണ്ടായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ പോകുന്ന കാര്യമാക്കുന്നില്ല ഗൈസ്. ഞങ്ങൾ നമ്മുടെ ഉദ്ദേശത്തോടെ മുന്നോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഉപ്പിലിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ അത് കഴിക്കാനും പറ്റില്ല. പിന്നെ ഒരു ചോളം വാങ്ങി, ചോക്കോബാർ വാങ്ങി, പാനിപൂരി, അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പാട്ട് പാടിക്കൊണ്ട് പോവാണ് കേട്ടോ.
അങ്ങനെ പാട്ടൊക്കെ പാടി നമ്മളിതാ ഫുഡിൻ്റെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് നമ്മൾ ഹൈദരാബാദി ബിരിയാണിയാണ് കഴിച്ചത്. അത് കഴിച്ചതിന് ശേഷം നമ്മൾ പോയത് ബാബ ബുധൻഗിരിയിലാണ്. അപ്പോൾ അവിടെ ഒരു കേവ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ടെമ്പിളും പള്ളിയൊക്കെ മിക്സ് ആയിട്ടാണുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഫോൺ അലൗഡ് അല്ല. അപ്പോൾ അവിടെ പോയതിന് ശേഷം നമ്മളൊരു ഷോപ്പിൽ കയറി കേട്ടോ. മറ്റേ ബദാം മിൽക്ക് ഇത് പ്യുവർ ആയിട്ട് പാല് കൊണ്ട് ചിക്ക്മംഗ്ലൂർ ബാബ ബുധൻഗിരി ഉണ്ടാക്കിയ ഇതാണ്. അതിശക്തമായ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മൾ അവിടുന്ന് വീഡിയോ എടുക്കുന്ന ടൈം അപ്പുറത്തുനിന്നൊരു ഫാമിലി ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് ഒരു കാള ഇടിച്ച് കയറി കേട്ടോ. അപ്പോൾ അതാണ് അവർ ഒച്ച വെച്ചത്. അങ്ങനെ അതിന് ശേഷം നമ്മൾ അവിടെയുള്ള ഒരു സെഡ് പോയിന്റിലേക്കാണ് വന്നത്, അതായത് സൂയിസൈഡ് പോയിന്റ്. എന്നിട്ട് അവിടുന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ തണുപ്പത്ത് ഒരു കുൽഫി ഐസൊക്കെ വാങ്ങി കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മൾ നേരെ ബസ്സിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പം നമ്മളതിന് നെക്സ്റ്റ് പ്ലേസിലേക്കാണ് പോകുന്നത്. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.